സിസ്റ്ററെ എന്തെങ്കിലും പ്രശ്നമുണ്ട്? എന്താ പറയാ കൂട്ടം? റെഡി ടു മിങ്കിലാണോ? ഷീസ് മൈ ഗേൾഫ്രണ്ട് എക്സ്. അലീനന്റെ എക്സ് ഗേൾഫ്രണ്ട്. തരാ ചാവല്ലേ എപ്പ കാശ് എന്റെ കാശ് ഉറങ്ങി നടക്കല്ലേ ഇങ്ങനെ. ബ്ലൂ എന്റെ അടുത്ത് ക്രഷ് ഉണ്ടായിരുന്നില്ലേ ബ്ലൂ? എടാ എന്റെ വണ്ടിയാ അളിയ നില്ലളിയാ എന്റെ വണ്ടി ആര് ഇടിച്ച് കളഞ്ഞോളി. ഇവിടെ കിടന്ന വണ്ടി അളി ഇവിടെ കിടന്ന വണ്ടി എന്തിയാ? ഇത് പുതിയ വണ്ടി, എടാ രണ്ടുപേർക്ക് കേറാൻ പറ്റും. പുണ്ടച്ചു പോണ ഈ വണ്ടി പിന്നെ വന്നേ ഈ പിന്നെ കേരി ഒന്ന് പാട്ട വണ്ടി പോ. വാ TPL ആരെങ്കിലും വന്നിരുന്നോ? ഹലോ ഇല്ല വന്ന് ആരോ വന്ന് രണ്ടുപേര്. ഹലോ കേക്കുന്നുണ്ടോ റേഡിയോ? ഹലോ TP ഹലോ കേക്കുന്നുണ്ടോ? ശരിയില്ലടാ നമ്മൾക്ക്. സേവി എളിയാ ഇടിച്ച് കൊല്ലാ സേവിയ മൈരേ. ഹലോ TP എല്ലാവരിലുണ്ടോ? നീല വണ്ടി കയറ്. എടാ ഡസ്റ്റോ വണ്ടി കയറി. എടാ കുറുപ്പ് നീല കളിക്കല്ലേ പട്ടികളെ. നീ ചുമ്മാ ഇല്ലല്ലേ, ഞാൻ റേഡി സംസാരിച്ചിട്ട് വന്ന് നീ എന്നെ സർപ്രൈസിന്റെ 5. ഹലോ റേഡിയോ? ഇവിടെ റേഡിയോയിലുള്ള കുണ്ണകളുടെ ചെവിയിൽ അണ്ടിയാണോ ഇരിക്കണേ? സോറി കേട്ടോ. TP ആണോ നിങ്ങള്? TP ആണോ? എടാ യവനായിരുന്നടാ അത്. എന്റെ റേഡിയോ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ സൗണ്ട്. പോയി റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്ന അവരൊന്ന് സെർച്ച് ചെയ്തല്ല. ചന്ദ്ര വണ്ടിയില് പെണ്ണ്, ലോറിയില് പെണ്ണ് സെർച്ച് ചെയ്യാം. നിർത്താൻ തന്നെ ഇവിടെന്ത് പരിപാടി? ഇവിടെ സദാചാരം കളിക്കാം. വന്നേ വണ്ടി നിർത്തിക്കേ. ഇപ്പത്തെ ട്രെൻഡ് സദാചാരം കളിക്കണം. കുറച്ചുകൂടെ ഉണ്ടായില്ല, ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. നീല ചാറ്റി പറയുന്നു. ശരി ചേട്ടാ, ആ സൗണ്ട് എവിടെയോ കേട്ടിട്ട് പരിചയം ഉണ്ടായിരുന്നു കേട്ടോ. സൂക്ഷിച്ച് സംസാരിക്കുന്നോണ്ട് ഒറ്റ പോക്ക് പോയി ആള്. ചന്ദ്രൻ ഇന്നത്തെ പരിപാടി എന്നത് ആരുമില്ല. കേട്ട് അളിയ കാശ് പോട്ടെ പണം പോട്ടെ പവർ വരട്ടെ എന്നാണല്ലോ. ഗേൾസ് എനി ഇഷ്യൂസ്? ഓക്കെ ആണോ? ഹലോ സിസ്റ്ററെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പറയാ കൂട്ടം? മച്ചാനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മന്തി എവിടെ വരണ്ടേ? ആരുടെ എക്കോ അടിക്കണേ? മന്തി ചിക്കൻ മന്തിയടാ.
ഓ റിവീഡ് ഓ സൂപ്പർ ബ്രോ സൂപ്പർ സൂപ്പർ. പക്ഷെ മോക്ടെയിൽ കുടിച്ചിട്ട് വെള്ളം കൂടി കേറിയില്ലല്ലോ, വിശപ്പ് തീർന്നില്ലല്ലോ മോക്ടെയിൽ. അത് മോക്ടെയിൽ കുറച്ച് ഇതാണ് ജങ്ക് ഫുഡിന്റെ കൂട്ടത്തിൽ വരുന്ന സാധനം. അങ്ങനെ എന്ന് ഇവിടെ കാണും, പറഞ്ഞേ. എല്ലാ ദിവസവും ഉണ്ടോ? എന്താ പരിപാടി? ഇനി എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ മോഷണൊക്കെ കൂടി വരുന്നേ ഫുഡ് ഇല്ലാത്ത ആൾക്കാർക്ക്. അപ്പൊ ചാരിറ്റി ആയിട്ട് ഇറങ്ങാൻ വിചാരിച്ചോളൂ. സത്യമാടാ ഇത്? ഫുഡ് കൊടുക്കുന്ന ആളുടെ പേര് മൊട്ടലേജ്. നീക കേറ്, ഭയങ്കര പീലാണല്ല. ആ ഉണ്ട് നീക കത്തിയാ? ഹലോ ബ്ലൂ യുവർ ഐ ക്യാൻ സീ യുവർ റിയൽ ഫേസ്. ഡെലിവറി ഉണ്ട്. വേണമെങ്കിൽ tell me. ബ്ലൂ ഇത് ഏത് ഭാഷ? ഹലോ ആരാ? ഹലോ, ഇച്ചൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്റെ പൈസ കൊണ്ടായിക്കണോ കജ്ജ് പൊക്കിക്കാണ്ട്. എന്തത് കജ്ജ് പൊക്കിയാണ്ട് എന്റെ പൈസ കൊണ്ടായിക്കണോ? കശം പൊക്കി കൊണ്ടുപോയാ? ഞാൻ പോലീസല്ല ഇവിടത്തെ. പോലീസിന് ഞാൻ FIR 395 ഇട്ടിട്ട് ഓല് ഞാൻ കള്ളം പറയാന്നാ പറഞ്ഞ. നമ്മള് ഇടപെടണോ? ഞാനേ പുതുതാ. നമ്മൾ ഇടപെടാം. ഇവിടെ വന്നപ്പോ കിട്ടിയതാ 1 കോടി റുപ്യ. അതിന് 50 ലക്ഷം പോയത് നിങ്ങക്കറിയോ? ഇതിൽ നമ്മള് ഇടപെട്ടാ നമുക്ക് എന്താ തരിക? ബാക്കി 50 ലക്ഷം ഉണ്ടല്ലോ. കിട്ടുന്ന 50 ലക്ഷം നിങ്ങൾക്ക് ഞാൻ ഫുഡ് വാങ്ങി തരാം. ഫുഡല്ല, നിങ്ങക്ക് കാശ് തരടാ. ആളറിയോ? ആളറിയാ. ഞാൻ ഓന്റെ നമ്പർ ഇച്ചറിയാം, ഒക്കെ അറിയാം. പക്ഷെ പോലീസ് ദിവസമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ദിവസം പോകുന്നുണ്ട്. കണ്ണില്ലാത്തൊരു കാവറക്കല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയത്? ഷെയ്ക്കൊന്നല്ലേ ഷെയ്ക്കല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയേ? ഭൂമി ആരാ ഗേൾഫ്രണ്ട്? ആരോ ഗേൾഫ്രണ്ട് ആയിരുന്നല്ലോ ഭൂമി. ഭൂമി സിംഗിൾ ആണോ? റെഡി ടു മിംഗിൾ ആണോ? എന്താ റെഡി ടു മിംഗിൾ അല്ലാത്ത? ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു സിറ്റിയില് റെഡി ടു മിംഗിൾ അല്ലാണ്ട് എങ്ങനെ നടക്കാൻ പറ്റുന്നു ഭൂമി? എന്താ ഭൂമി? അല്ല, ഇത്രയും സുന്ദരന്മാരുള്ള ഈ ഒരു സിറ്റിയില് എങ്ങനെ മിംഗിൾ ആവാണ്ട്? Your wife was called, I mean your girlfriend was calling. No. Not. She is not my wife. Excuse me. She's my girlfriend. Hey, Bobby, Ex girlfriend ആണ്. Ex girlfriend ആണോ? അതെ. ഒരു വലിയ തോന്നിസം പറയല്ലേ നാട്ടുകാരെ മുന്നിൽ വെച്ചിട്ട്. ഭൂമി എടാ കോഴി, ഞാൻ കൊച്ചിനെ സംസാരിക്കുന്നുണ്ടോ? ഭൂമി, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഇത്രയും സുന്ദരന്മാരുള്ള ഈ ഒരു സിറ്റിയില് എങ്ങനെ അരോചകം ഡെസ്ട്രോ, വെറും അരോചകമായിട്ടാണ് നീ പെരുമാറുന്നത് ഡെസ്ട്രോ. ഈ ആഷിനെ അറിയാവോ ഭൂമി? ആഷിന്റെ എക്സ് ആണോ? അതെ, ഭൂമി ഇങ്ങനെ ഇരിക്കണോന്നില്ലട്ടോ. അല്ല, ഈ സിറ്റിയിലുള്ള എല്ലാരും സുന്ദരന്മാരും നല്ല സ്വഭാവമുള്ളമാരെന്നല്ല. കുട്ടി എണീറ്റോ? എണീറ്റോ എണീക്കണ്ട 15 ഭൂമി.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറഞ്ഞില്ലേ പറ ആ സുന്ദരന്മാരായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഏ ഇതൊക്കെ പുറത്ത് കേൾക്കല്ലേ ഓക്കെ ഓക്കെ നിങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ പിന്നെ ഞാൻ വീടത്ത് അല്ല ഞാൻ പറഞ്ഞ ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാരും അതുപോലെ ചതിക്കുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കണ്ടെന്ന് പറഞ്ഞ നമ്മളെ പോലത്തെ നല്ല ആൾക്കാരും ഈ സിറ്റിയിലുണ്ട് അല്ലേ ബ്ലൂ ബ്ലൂ ആ ചന്ദ്രന്റെ മോനെ അങ്ങനൊന്നും പറയല്ലേ. സത്യം പറഞ്ഞ ബ്ലൂ ബ്ലൂവിനൊക്കെ എന്റെ അടുത്ത് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു ആക്ച്വലി നല്ല അറിയാമോ ആ ആ അല്ലേ ബ്ലൂ ബ്ലൂ ആ ബ്ലൂ 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 എന്റെ അടുത്ത് ക്രഷ് ഉണ്ടായിരുന്നില്ലേ ബ്ലൂ ബ്ലൂ തുറന്നു പറഞ്ഞ ബ്ലൂ ബ്ലൂ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ആര് ബ്ലൂ ബ്ലൂ കമോൺ കമോൺ ടെൽ മീ ഇല്ലാന്നൊക്കെ പറ ബുബ്ലു. ചന്ദ്ര ഇങ്ങനെ ആലോചിക്കണമെങ്കിൽ തന്നെ ഉണ്ടല്ലോ പെൺപിള്ളേരുടെ മനസ്സിൽ എന്തോ ഉണ്ട്. കാശ് തരാ ഇങ്ങനെ ചാവല്ലേ കാശിന് വേണ്ടിട്ട് മറ്റേ അന്ന് നമ്മളെ തെറ്റിദ്ധരിക്കല്ലേ എടാ ഇത് നമ്മുടെ പെട്രോൾ പമ്പിൽ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് അന്ന് അത് ഡാൻസ് കളിച്ചുള്ള കാശ ചോദിക്കണേ കുറെ നാളായിട്ട് തരാ 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 ചാവല്ലേ എപ്പാട്ടില് കാശ് എന്റെ കാശ് കാശ് ഉറങ്ങി നടക്കല്ലേ ഇങ്ങനെ ആ ബിൽഡപ്പ് ഇല്ല അവള് പോയി വേറെ പിടിക്കാം ദർശനല്ലേ ദർശനേ എന്തോ ദർശനക്ക് വാസവന്റെ അടുത്ത് ചെറിയ ക്രഷ് ഉണ്ടെന്ന് അറിഞ്ഞുള്ളതാണോ കള്ളത്തരൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞാണ് നാട്ടുകാരെല്ലാരും കള്ളന്മാരാന്ന് വെച്ചാൽ അറിയത്തില്ല. പാട്ടാണല്ലോ പാട്ടാണല്ലോ പാട്ടോ ഞാൻ അത്ര കേട്ടില്ല. ഒരു പരദൂഷണം അങ്ങനെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാസവനെ ഒന്ന് കെട്ടിയതാണെങ്കിലും ദർശനം ട്രൈ ചെയ്യാം. അതെ ഏജ് ഓവർ ആണെങ്കിലും ഒരു സെക്കൻഡ് എടാ നിന്റെ കേസ് നാളെ പരിഹരിക്കാവേ. നാളെ അന്റെ വണ്ടി എടുത്തോൻ പോയി അനക്ക് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞു. ആ നീ വണ്ടി എടുത്തോ. ഇതാ ഷേക്കിന്റെ വണ്ടിയല്ലേ? അന്റെ വണ്ടി ഷേക്ക് കൊണ്ടുപോയി അന്റെ ജീപ്പ് ഇത് അതാ. ഓ എന്റെ ജീപ്പ് ഷേക്ക് കൊണ്ടുപോയി. ആ ഓക്കെ 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 ആ ഷേക്ക് എടുത്തോ. എൻജോയ് ബൈ. ഓക്കെ ഓക്കെ ദർശന ആ നീ എടുത്തോ ആരെടുത്തോ ആ പോയി നിങ്ങൾ പോയി തരുമെന്ന് ഞാൻ ഇവിടെ വേറെ കോൺസെൻട്രേഷനിലാണ്. ആ അതെ ദർശന വാസണ്ണൻ ആക്ച്വലി മാരീഡ് ആണ്. നമ്മളൊക്കെ സിംഗിൾ ആണല്ലേ നീക സ്റ്റിൽ സിംഗിൾ. ഏജ് ഓവറാണ് അപ്പോ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ തീരുമാനമൊക്കെ എടുത്ത് അത്രയും നല്ലത് അല്ലടാ. ശശികൊക്ക് പറയാ ദർശനെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ലൈഫിൽ ആരോ ആകാൻ പോകുന്നൊരു കുട്ടിയാണ് ഇതേ പോകുന്നതെങ്കിൽ ഒരു അല്ലേ നീകൻ? അങ്ങനെ പറഞ്ഞായിരുന്നു പെട്ടെന്നൊരു ഫീൽ അടിച്ചല്ലേ കാറിൽ പോയപ്പോലെ. അല്ല അത് ഞാൻ അഡോപ്റ്റ് ചെയ്ത അഡോപ്റ്റഡ് സണ്ണാണ്. ഓ എന്റെ മോനാണ് പക്ഷെ അഡോപ്റ്റ് ചെയ്തതാണ്. അവൻ അറിയത്തില്ല. വിഷമിക്കില്ല. അലീനന്റെ എക്സ് ഗേൾഫ്രണ്ട് എക്സ് ആണ്. നമ്മള് കഴിഞ്ഞ ദിവസം ഒന്ന് ബ്രേക്കപ്പ് ആയിരുന്നേ. ഇനി മുന്നോട്ട് പോകത്തില്ല അത് ആക്ച്വലി. അല്ല അത് ബ്രേക്കപ്പ് ആയിരുന്നത് കുറച്ച് പേഴ്സണൽ ആണ്.
എന്തിനാണ് പേഴ്സണൽ കാര്യം അറിയുന്നത്? അതൊന്നും പറഞ്ഞു അത് ലൈഫ് ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് അതൊക്കെ ഇപ്പൊ എന്റെ ആളിന് പെട്ടെന്ന് ദർശനയിലെ ഒരു ക്രഷ് വന്ന് മനസ്സിലല്ലേ? വടക്കൻകാട്ടിൽ മാത്രം പ്രത്യേകം കണ്ടുവരുന്ന ഈ കൊക്കറച്ചി വെച്ചിട്ടുണ്ടോ? ഇല്ല ഒട്ടന്നെ ഒരു കൊക്കറച്ചി കഴിക്കാം. ഒട്ടന്റെ കൊക്കറച്ചി കഴിക്കാം. അതെ അതെ അതെ, നല്ല വെടിയിറച്ചി, ഒരു വെടിയിറച്ചി കഴിക്കാം. ഒട്ടന്നെ ഒരു മൃഗങ്ങളെ ഉപദ്രവിക്കില്ലേ? No birds and animals are harmed in this life. Sorry, in this life. പറയണേ കൊക്കറച്ചി റെഡി ആയാ? ദർശന ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിനോട് എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ലാണ്ട് നിൽക്കുക. കാരണം എനിക്ക് ലൈഫില് വലിയൊരു ട്രാജഡി ഒക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ആരോടും തോന്നില്ല. ഞാൻ അതല്ലല്ലോ കുട്ടിയുടെ അടുത്ത് ചോദിച്ചത്. പിന്നെന്താ ചോദിച്ചത്? പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് മുടിയൊക്കെ വെച്ച് ഇങ്ങ് നിക്കാണ് കുട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടി എന്റെ ടൈപ്പ് അല്ല. എന്തൊക്കെയായി കുട്ടി പറയുന്നത്? ആക്ച്വലി പിന്നെ എന്താണ് ഉദ്ദേശിച്ചത് പറയൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ലൈഫിൽ ആരോ ആകാൻ പോകുന്നു. അതായത് മേ ബി എന്റെ ഏട്ടത്തി അമ്മ ആയിരിക്കും. മനസ്സിലായി? വാസുന്റെ ഗേൾഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോ എന്റെ ഒരു ചേച്ചി ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ച. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മനസ്സിലെ പൂതി കൊള്ളാലോടി കൊച്ചേ. വണ്ടിയുടെ വാ അഴിച്ചങ്ങ് കൊടുത്തവക്കങ്ങ് അവളുടെ